നല്ല ചിന്തകളിലേക്ക്, നമുക്ക് ശക്തി പകരുന്ന ചിന്തകളിലേക്ക് മാറ്റി വരണം. അപ്പോൾ ഒരു വലിയ പാത്രം, ആ വലിയ പാത്രം എന്ന് പറഞ്ഞാൽ വലിയ പാത്രമാണ്, അതിൽ നിറച്ച് ചെളിവെള്ളമാണ്. ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ ആ പാത്രം ഒറ്റയ്ക്കെടുത്ത് ആ ചെളിവെള്ളം കളയാനായിട്ട് പറ്റില്ല. വേറെ ആരോട്ട് സഹായത്തിനില്ലതാനും എന്നാൽ ചെളിവെള്ളം കളഞ്ഞേ പറ്റൂ. കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? പറ്റില്ല, അത് പറ്റുക. അത്രയും വലിയ പാത്രമാണ്. കുറച്ച് കുറച്ച്, എന്നാലും എത്ര കാലം? വലിയ പാത്രമാണ്, പറ്റണില്ല ഒറ്റയ്ക്ക്. ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റണില്ല. എന്നാൽ ചെളിവെള്ളമാണ്, അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. വേറെ ഒരാൾ ഹെൽപ്പിനില്ല, എന്നെക്കൊണ്ട് പറ്റണമില്ല. അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യും? എന്താ മാർഗമുള്ളത്? പൊട്ടിച്ചൊന്നും കളയാൻ പറ്റില്ല നമുക്ക്. അറ്റംപ്റ്റ് ഉപേക്ഷിക്കണം, നടക്കില്ല. അത് എന്താ പറയണ, വളരെ വേണ്ട ഒരു കാര്യമാണ്. എങ്ങനെ പ്യൂരിഫൈ ചെയ്യും? ചോദ്യം ഇതാണ്, എങ്ങനെ? അതിലേക്ക് എന്തെങ്കിലും വസ്തു ഇട്ടിട്ട് പ്യൂരിഫൈ ചെയ്യുക. എന്തുകൊണ്ട് നമുക്ക് വെള്ളം തന്നെ, നല്ല വെള്ളം ഒഴിച്ചിട്ട് പ്യൂരിഫൈ ചെയ്തുകൂടാ? അത് തന്നെയാണ് പറയുന്നത്. നല്ല ഒരു പൈപ്പ്, നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു കോരി കളയുകയും വേണ്ട, മറിച്ച് കളയുകയും വേണ്ട, വേറൊരാളുടെ ഹെൽപ്പും വേണ്ട. എന്നാൽ എനിക്ക് അവിടെ ഒരു പൈപ്പും ഉണ്ട്, വെള്ളവും ഉണ്ട്. ആ സമയത്ത് എനിക്ക് തോന്നുകയാണ്, ഈ പൈപ്പ് എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാം, ടാപ്പ് ഓൺ ചെയ്യുക. വെള്ളം അതിൽ നിറഞ്ഞ് നിറഞ്ഞ് മോശമായിട്ടുള്ളതെല്ലാം പുറത്തേക്ക് പോവുകയും ചെയ്യും, എനിക്ക് നല്ലത് കിട്ടുകയും ചെയ്യും. കറക്റ്റ്? ഇതൊരു മാർഗമാണല്ലോ. വേറെ ആരുടെയും സഹായം ഇല്ലാതെ എനിക്ക് ആവശ്യത്തിന് കിട്ടുകയും ചെയ്യുന്നുണ്ട്. വെള്ളം, പൈപ്പും ഉണ്ട് അവിടെ. ആ സമയത്ത് എനിക്ക് തോന്നണം അത് ഉപയോഗിക്കാനായിട്ട്. ഇത് നമ്മളുടെ മനസ്സിൻ്റെ അവസ്ഥയാണ്. ഈ പറയണത് പോലെ വ്യർത്ഥം ചിന്തിക്കരുത്, എനിക്കറിയാം, ദേഷ്യപ്പെടുന്നത് എനിക്കറിയാമെന്ന്, പക്ഷെ പറ്റണ്ടേ? എനിക്കറിയാം ഒരാളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കരുതെന്ന്, പക്ഷെ പറ്റണ്ടേ? ടെൻഷൻ പിടിക്കേണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ മാറ്റാൻ പറ്റണ്ടേ? വേറൊരാളുടെ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഞാൻ തന്നെ ഒരു എഫേർട്ട് എടുക്കണ്ടേ? പക്ഷെ എഫേർട്ട് എടുക്കാനുള്ള ശക്തി എനിക്കില്ല. കാരണം മൈൻഡ് വീക്കായിട്ടിരിക്കുമ്പോൾ നമുക്ക് സെൽഫ് എഫേർട്ടും പറ്റണില്ല. അങ്ങനെയുള്ള ഇതിലാണ് ഓൾറെഡി നിങ്ങൾക്ക് ഇഷ്ടം പോലെ മനസ്സിനെ ശക്തമാക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനും ഒരു ഇടമുണ്ട്. ആ ഇടത്തിൻ്റെ, ഇവിടെ ഇടമാണ്, അതുപോലെ ഒരു ഇടമാണ് ബ്രഹ്മകുമാരീസ്. നിങ്ങളിതിൻ്റെ ബെനിഫിറ്റ് എടുത്തു നോക്കൂ. ഫോഴ്സ്ഫുള്ളി അല്ല, പക്ഷെ മനസ്സിലാക്കി നോക്കുക. അതുകൊണ്ട് ആശ്വാസം ഉണ്ടാകുന്നുണ്ടോ, ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ടോ? ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ. നല്ലത് നിറച്ചു കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷെ നല്ലത് നിറച്ചു കൊടുക്കുന്നതും അതിൻ്റേതായിട്ടുള്ള രീതിയിലായിരിക്കണം. ഇന്നത്തെ പോലെ കുറേ നമ്മളിങ്ങനെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും ഇത് തുറന്നിങ്ങനെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കണം. പറ്റില്ല, മനസ്സിന് ഇത്രയൊന്നും സാധിക്കില്ല. അതിൻ്റെ കപ്പാസിറ്റി നമ്മൾ മനസ്സിലാക്കണം. വളരെ കുറേശ്ശെയായിട്ട് അതിന് വേണ്ടതുപോലെ നമുക്ക് ഒരാളുടെ ഹെൽപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് ചെയ്യുക. ശുദ്ധ സങ്കല്പങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് ജ്ഞാനം. ആ ആധ്യാത്മിക ജ്ഞാനമാണ് ബ്രഹ്മകുമാരീസ് നൽകുന്നത്.
പതുക്കെ പതുക്കെ നമ്മൾ ആ രീതിയിൽ ചിന്തകളാകുന്ന ജീവിതശൈലിയുടെ ആരംഭത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട്, ജീവിതശൈലിയിൽ ഉള്ള ഇതിൽ ചിന്തകളുടെ മാറ്റമാണ്, അങ്ങനെ മാറ്റം വരുത്തിക്കൊണ്ട് പ്യൂരിഫിക്കേഷൻ്റെ അടുത്ത ലെവലിലേക്ക് കടക്കുന്നു. അതാണ് രാജയോഗം, മെഡിറ്റേഷൻ. ഒരുവിധം നമുക്ക് ചിന്തിക്കാൻ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാജയോഗത്തിൻ്റെ ധ്യാന രീതിയിലേക്ക് കടക്കാൻ പറ്റും. അതുകൊണ്ട് ആദ്യം നമ്മളവിടെ മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നില്ല, വളരെ പതുക്കെ പതുക്കെ മെഡിറ്റേഷൻ്റെ ഇതിലേക്ക് വരുന്നുള്ളൂ. കാരണം നമ്മുടെ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, ആ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ രാജയോഗത്തിൽ നമ്മൾ ചെയ്യുന്നത് സ്വയം ആരാണെന്ന് തിരിച്ചറിയുന്നു. എവിടെ നിന്നാണ് നമ്മളുടെ ആദ്യം മനസ്സിനെ നല്ല നല്ല ചിന്തകൾ കൂടി ജ്ഞാനത്തിൽ കൂടി ശരിയാക്കുന്നു. പിന്നെ നമ്മൾ സുപ്രീം പവർ, പരമാത്മാവുമായിട്ട് നമ്മളുടെ കണക്ഷൻ യോജിക്കാൻ പഠിപ്പിക്കുന്നു. അതാണ് എന്താ പറയുക, ടാപ്പ് ഓൺ ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി ശക്തിശാലിയാകാൻ തുടങ്ങും. പക്ഷെ ആ ടാപ്പിംഗ് പഠിക്കണം. എൻ്റെ ആദ്യത്തെ ഇതാണ് സ്വയം തൻ്റെ ഉള്ളിലേക്കുള്ള യാത്ര. ഞാൻ ആത്മാവെത്ര ശ്രേഷ്ഠമാണ്, ഞാനെത്ര ശക്തിശാലിയാണ്, നമ്മൾ നമുക്ക് തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ലോകർ പറയുന്നതിനനുസരിച്ച്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിതസ്ഥിതികൾക്കനുസരിച്ച് നമ്മൾ നമ്മളെ വിലയിരുത്താതിരിക്കുക. നമുക്ക് നമ്മളെ തന്നെ ഉള്ള ഒരു ബോധ്യം വരണം. എന്നിട്ട് പിന്നെ നമ്മൾ പരമശക്തിയുമായിട്ട് നമ്മുടെ കണക്ഷൻ യോജിപ്പിക്കും. പരമാത്മാവ് അതും നമ്മളെപ്പോലെ തന്നെ ഒരു പ്രകാശ ബിന്ദുവാണ്. രൂപത്തിലൊരുപോലെയാണ്, പക്ഷെ ക്വാളിറ്റിയിലാണ് ഹൈ, സുപ്രീം. ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ ഈശ്വരൻ പോസിറ്റീവാണെന്ന് പറയാറുണ്ടോ? ഈശ്വരൻ പോസിറ്റീവാണ് ഒരിക്കലും പറയില്ല. ഈശ്വരനെ എപ്പോഴും സുപ്രീം എന്നുള്ള വേർഡാണ് ഉപയോഗിക്കുന്നത്. പരമം, ഏറ്റവും ശ്രേഷ്ഠം. അത് ഒന്നേ ഉള്ളൂ. ആ ഒന്നുമായിട്ട് കണക്ഷൻ യോജിപ്പിക്കും. അതാണ് രാജയോഗം എന്ന് പറയുന്നത്.